ഡോളറിനെ തകർക്കാൻ ബ്രിക്സ് പുതിയ കറൻസി എടുക്കുന്നു അല്ലെങ്കിൽ ഇറക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ പലപ്പോഴായി കേൾക്കാറുള്ളതാണ്. എന്നാൽ ഈ ഡോളറിനെ തകർക്കാനുള്ള ബ്രിക്സിൻ്റെ കറൻസി ഇല്ലാതെ തന്നെ ഇന്ത്യയും ചൈനയും അമേരിക്കയെ വെല്ലുവിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോളറിനെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാനിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ അസംസ്കൃത എണ്ണയ്ക്ക് ഇന്ത്യ ഇപ്പോൾ പണം നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ മൊത്തം ഇടപാടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പേയ്മെന്റ് ചെറുതാണെങ്കിലും ആഗോള വ്യാപാരത്തിൽ ഡോളറിന്റെ ആധിപത്യം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യ സ്വീകരിച്ച ഒരു പ്രധാന ചുവടുവയ്പ്പിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യ പുതിയ ബ്രിക്സ് കറൻസി സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും ഡോളറിനെ വശത്തേക്ക് തള്ളിവിടാനുള്ള ഇന്ത്യയും ചൈനയും റഷ്യയും നടത്തുന്ന ഈ ശ്രമം അമേരിക്കയുടെ ഡോളർ നയതന്ത്രത്തിനുള്ള ഒരു വലിയ സന്ദേശമാണ്. നിലവിൽ അന്താരാഷ്ട്ര കറൻസി വിപണിയിൽ ഒരു യുവാന്റെ മൂല്യം ഏകദേശം 12.34 ഇന്ത്യൻ രൂപയാണ്. എന്തായാലും ഇന്ത്യ നിലവിൽ പ്രധാനമായും റഷ്യൻ കറൻസി ആയിട്ടുള്ള റൂബിളിലാണ് പണം നൽകുന്നതെന്ന് റഷ്യയുടെ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക് സ്ഥിരീകരിച്ചു. എന്നാൽ വ്യാപാരത്തിന്റെ യുവാന്റെ ഉപയോഗവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രിക്സ് കറൻസി ഇല്ലാതെ പോലും ഇന്ത്യ, ചൈന, റഷ്യ ത്രികക്ഷി സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ നീക്കം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് ഡൊണാൾഡ് ട്രംപിന്റെ ഡോളർ നയതന്ത്രത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC അടുത്തിടെ 2-3 റഷ്യൻ അസംസ്കൃത എണ്ണ കാർഗോകൾക്ക് യുവാനിൽ പണം നൽകിയിട്ടുണ്ട്. ചൈനയുമായുള്ള പിരിമുറുക്കം കാരണം സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനറികൾ 2023 യുവാനിൽ പണം നൽകുന്നത് നിർത്തിവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കറൻസിയുടെ ഉപയോഗം പുനരാരംഭിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പേയ്മെന്റ് സംവിധാനത്തിലെ ഈ മാറ്റം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുതിയ കറൻസി സൃഷ്ടിക്കുകയോ ഡോളറിന് പകരമുള്ളതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യരുതെന്ന് ബ്രിക്സ്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങൾക്ക് ട്രംപ് ശക്തമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ അങ്ങനെ ചെയ്താൽ അവർ 100% താരിഫുകൾക്ക് വിധേയരാകുമെന്നും US വിപണിയിൽ നിന്ന് പുറത്താകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറൈസേഷൻ ആഗ്രഹിക്കുന്നു. അതുവഴി US ഡോളറിന്റെ ആഗോള ആധിപത്യം കുറയുകയും അവരുടെ സാമ്പത്തിക ഭൗമരാഷ്ട്ര സ്വയംഭരണം വർദ്ധിക്കുകയും ചെയ്യുന്നു. യുക്രൈൻ യുദ്ധത്തിന് ശേഷം അമേരിക്ക റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും സ്വിഫ്റ്റ് പേയ്മെന്റ് സംവിധാനത്തിൽ നിന്ന് ഇതിനെ ഒഴിവാക്കുകയും ചെയ്തു. ഇതുമൂലം ഡോളർ ആയുധമായി ഉപയോഗിക്കപ്പെടുന്നതിന്റെ അപകടം ബ്രിക്സ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.